ഓക്കെ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻജിയോസ്പെർമകളെ കുറിച്ചിട്ടാണ്. ആൻജിയോസ്പെർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. നമ്മൾ മനസ്സിലാക്കുക, എല്ലാ ചെടികൾക്കും ഫ്ലവേഴ്സ് ഇല്ല. ഫ്ലവേഴ്സ് ഇല്ലാത്ത ചെടികളാണ് നമ്മുടെ ജിംനോസ്പെർമ്സ്, നേക്കഡ് സീഡഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ. ആൻജിയോസ്പെർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ തരുന്ന പ്ലാന്റ്സുകളെയാണ് ആൻജിയോസ്പെർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്ടാ. ഇനി അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തുണ്ടായിരിക്കും? ഇവയ്ക്ക് സീഡ്സുകൾ ഉണ്ടായിരിക്കും. ഫ്രൂട്ടിന്റെ അകത്ത് സീഡ്സുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ചുറ്റും കാണുന്ന മാവ്, അതേപോലെ പ്ലാവ്, തെങ്ങ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ ആൻജിയോസ്പെർമിയാണ്. ഇവർക്കൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും, ഫ്രൂട്ട്സുകൾ ഉണ്ടായിരിക്കും, ഫ്രൂട്ട്സിന്റെ അകത്ത് സീഡ് ഉണ്ടായിരിക്കും. ഇവരുടെ സീഡ് എക്സ്പോസ്ഡ് അല്ല. ഒരിക്കലും നമുക്ക് മാങ്ങയുടെ അണ്ടി ചെയ്യാൻ പറ്റില്ല? മാങ്ങയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റില്ല അല്ലെ? മാവിന്റെ മുകളിൽ നിൽക്കുന്നത് കാണാൻ പറ്റില്ല. ആ മാങ്ങയുടെ അകത്താണ് നമുക്ക് മാവിന്റെ സീഡ് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഫ്രൂട്ടിന്റെ അകത്ത് എൻക്ലോസ്ഡ് ആയിട്ടാണ് നമ്മുടെ സീഡ്സുകൾ കാണപ്പെടുന്നത്. അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് തരുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സുകളെ വിളിക്കുന്ന പേരാണ് ആൻജിയോസ്പെർമേ. ആൻജിയോസ്പെർമേ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രൂട്ട് മെച്യൂർഡ് ആകും. ഓക്കെ, ദ ഫ്രൂട്ട് ഈസ് ദ മെച്യൂർ ഫെർട്ടിലൈസ്ഡ് ഓവറി ഓഫ് ദി ഫ്ലവർ. നോക്കിയേ, ഈ ഫ്ലവേഴ്സ് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ ഫ്ലവേഴ്സ് അല്ലെ? ഒരു സൂര്യകാന്തി പൂവാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഫ്ലവേഴ്സ് ആണ് ഒരു ചെടിയുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഒരു മനുഷ്യന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ നിങ്ങൾക്ക് എന്താണെന്നറിയാം? ടെസ്റ്റിസ്, ഓവറി അല്ലെ? പുരുഷന്മാരാണെങ്കിൽ ടെസ്റ്റിസ്, സ്ത്രീകളാണെങ്കിൽ അത് ഓവറിയാണ്. ഓക്കെ. അതേപോലെ ഒരു ചെടിയുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫ്ലവർ ആണ്. ഫ്ലവർ ആണ് അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഓക്കെ. ഈ ഫ്ലവേഴ്സിന് പോളിനേഷൻ സംഭവിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് പഴങ്ങൾ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു മാവ് ആദ്യം പൂക്കുകയാണ് ചെയ്യുക അല്ലെ? പൂത്തിട്ടാണ് പിന്നെ കായ്ക്കുക. ഈ പൂവുകളിൽ ആൺപൂക്കൾ ഉണ്ടാകും, പെൺപൂക്കൾ ഉണ്ടാകും. അപ്പൊ ആൺപൂക്കളിൽ നിന്ന് പൂമ്പൊടി പെൺപൂക്കളിൽ വന്ന് വീണിട്ട് ഫെർട്ടിലൈസേഷൻ സംഭവിക്കും. എന്നിട്ട് അത് ഫ്രൂട്ടായിട്ട് മാറും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ഫ്രൂട്ടുകൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫെർട്ടിലൈസ്ഡ് ഓവറിയാണ്. ഒരു ഫ്ലവറിന് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചിട്ടാണ് നമുക്ക് ഫ്രൂട്ട് കിട്ടുന്നത്. പരാഗണം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും, പോളിനേഷൻ എന്നൊക്കെ പറയും അല്ലെ? പൂമ്പൊടികൾ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ട് വന്ന് വീഴും, പോളിനേഷൻ സംഭവിക്കും, എന്നിട്ടാണ് നമുക്ക് ഫ്രൂട്ട്സുകൾ കിട്ടുന്നത്. ഓക്കെ. അത് ഇവിടെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആൻജിയോസ്പെർം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഇവരുടെ സീഡ്സ് ഒക്കെ ഫ്രൂട്ടിന്റെ അകത്താണ് ഉണ്ടാവുക. ഓക്കെ. ഇനി അതേപോലെ ഇപ്പൊ തേങ്ങ നോക്കുകയാണെങ്കിൽ, തേങ്ങയുടെ ഫ്രൂട്ട് എവിടെയാ ഉണ്ടാവുക? തേങ്ങയാണ് ഫ്രൂട്ട്. തേങ്ങയുടെ സീഡാണ് നമ്മുടെ ചിരട്ട അല്ലെ? ആ ചിരട്ടുള്ള ആ ഭാഗം. അപ്പോ തേങ്ങ എന്ന ഫ്രൂട്ടിന്റെ അകത്താണ് ഈ ചിരട്ടുള്ളത്. മനസ്സിലായില്ലേ? അതേപോലെ മാങ്ങ എന്നുള്ള ഫ്രൂട്ടിന്റെ അകത്താണ് മാങ്ങയുടെ അണ്ടി ഉള്ളത് അല്ലെ? അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് എല്ലാ ആൻജിയോസ്പെർമികൾക്കും. ഇപ്പൊ നമ്മുടെ ആപ്പിൾ ആൻജിയോസ്പെർമിയാണ്, അതേപോലെ ഓറഞ്ച് ആൻജിയോസ്പെർമിയാണ്, ബനാന ആൻജിയോസ്പെർമിയാണ്. ഓക്കെ, ഇവരൊക്കെ ആൻജിയോസ്പെർമികളാണ്. മനസ്സിലായോ? ഇനി ആൻജിയോസ്പെർമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ രണ്ട് മെയിൻ ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്ന് ഡൈകോട്ടിലിഡൻസ് ഉണ്ട്, മോണോകോട്ടിലിഡൻസ് ഉണ്ട്. ഇപ്പൊ നോക്കിയേ മിസ്, ഇവിടെ ഒരു രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് ആൻജിയോസ്പെർമികളിലുള്ളത്. ഡൈകോട്ടിലിഡൻസ് ഉണ്ട്, മോണോകോട്ടിലിഡൻസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നോക്കിയേ, ചില സീഡുകളിന് ഇങ്ങനെ രണ്ട് കോട്ട് ഉണ്ടാവും അല്ലെ? ഫോർ എക്സാമ്പിൾ, ഒരു പയറ് ചെടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് കോട്ടിലിഡൻസ് കാണാം. ഒരു പയറുമണി എടുത്തു കഴിഞ്ഞാൽ അതിനെ രണ്ടായിട്ട് പൊളിക്കാൻ പറ്റും അല്ലെ? അതേപോലെ ഒരു അണ്ടിപ്പരിപ്പ് എടുക്കുകയാണെങ്കിൽ, കശുവണ്ടി എടുക്കുകയാണെങ്കിൽ അതിന്റെ സീഡ് നമുക്ക് രണ്ടായിട്ട് ഇതാക്കാൻ പറ്റും, മുറിക്കാൻ പറ്റും. ഓക്കെ. അങ്ങനത്തെ ചെടി തരുന്ന സീഡ്, അങ്ങനത്തെ സീഡുകൾ കാണിക്കുന്ന ചെടികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈകോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡൈക്കോട്ട് ചെടിയാണെന്ന് പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സീഡുകൾക്ക് രണ്ട് കോട്ടിലിഡൻസ് ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ രണ്ട് കോട്ടിലിഡൻസ്, ഈ രണ്ട് സാധനത്തിനെയാണ് കോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പുളിങ്കുരു കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ കിച്ചണിൽ നിന്നൊക്കെ വലിച്ചെറിയുന്ന പുളിങ്കുരുകള്, അത് രണ്ട് കോട്ടിലിഡൻസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് മുളച്ചു വരും അല്ലെ? ഒരു ചെറിയൊരു തൈ പോലെ മുളച്ചു വരും. അപ്പൊ ഇവർക്ക് രണ്ട് കോട്ടിലിഡൻസുകൾ ഉണ്ട്. അപ്പൊ രണ്ട് കോട്ടിലിഡൻസുകൾ സീഡായിട്ടുള്ള ചെടികൾക്ക് വിളിക്കുന്ന പേരാണ് ഡൈകോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. മറിച്ചൊരു നെല്ലെടുത്ത് നോക്കിയാൽ നിങ്ങള്, ഇതൊരു നെല്ലിന്റെ വിത്താ, അല്ലെങ്കിൽ ഒരു ഗോതമ്പ് മണിയുടെ വിത്താന്ന് വിചാരിക്കുക. ഒരൊറ്റ
ഒറ്റ കോട്ടേ ഉള്ളൂ അല്ലേ? ഇങ്ങനെ ഒറ്റ കോട്ടുള്ള സീഡുകളുള്ള ചെടികളെ വിളിക്കുന്ന പേര് മോണോകോട്ടിൽഡൻസ് എന്നാണ്. മോണോ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒറ്റൊന്ന് എന്നാണ്. ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം. മോണോ വൺ, ഒരു കോട്ടിലിഡൻ ഉള്ളത് കൊണ്ട് നമുക്കതിനെ മോണോകോട്ടിലിഡൻസ് എന്ന് വിളിക്കാം. Their seeds have only one cotyledon. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? ആ, അപ്പൊ ഈ പയറ് ചെടികളൊക്കെ വരുന്നത്, ഈ പൾസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറ് വർഗ്ഗങ്ങളെല്ലാം വരുന്നത് ഡൈക്കോട്ടിൽഡൻസ് ആണ്. നമ്മുടെ ഈ അരിവർഗ്ഗങ്ങളൊക്കെ ഇല്ലേ, ധാന്യങ്ങള്, ഫോർ എക്സാമ്പിൾ നമ്മുടെ നെല്ല്, ഗോതമ്പ്, അതൊക്കെ മോണോകോട്ടിലിഡൻസ് ആയിട്ടാണ് വരിക. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൻജിയോസ്പേമിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പൊ ഈ നെല്ലാണെങ്കിലും, നെല്ലിന്റെ കേസ് ആണെങ്കിൽ നെല്ല് ആദ്യം പൂക്കളാ തരിക, പൂക്കളാണ് പിന്നെ കായ്കളായിട്ട് മാറുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പാണെങ്കിലും, കശുമാങ്ങയാണെങ്കിലും, പിന്നെ നമ്മുടെ ചക്കയാണെങ്കിലും ഡൈക്കോട്ടിലിഡനാ. അതേപോലെ ഇവരെല്ലാവരുടെ കേസിലും ആദ്യം ഫ്ലവേഴ്സുകളാണ് പിന്നെ ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഈ ഫ്രൂട്ടിന്റെ സീഡ്സ് ആണെങ്കിലോ ഫ്രൂട്ടിന്റെ അകത്താണ് ഇരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അത്രയേ ഉള്ളൂ. എന്താ മോനെ, ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി. വെരി ഗുഡ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ട്ടാ. ഇനി അടുത്തത്, ഇനി ഞാൻ ഒരു കുറച്ച് ഡിഫറൻസ് പറഞ്ഞുതരാം മോണോകോട്ടും ഡൈക്കോട്ടും. ഇത് നിങ്ങളുടെ NIOS ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഡയഗ്രമാണ്. ഞാൻ ഈ ഡയഗ്രാം അങ്ങനെ തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊരു മോണോകോട്ടിലിഡനസ് ചെടിയുടെ റൂട്ടാണ്. ഓക്കെ, ഇതൊരു ഡൈക്കോട്ടിലിഡനസ് ചെടിയുടെ റൂട്ടാണ്. ഇവരുടെ റൂട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, രണ്ടിലും എന്തുണ്ട്? സൈലം വെസൽസുകൾ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഇവരുടെ ഡിഫറൻസ് ആണ്. നോക്കിയേ, ഇവിടെ സൈലും ഫ്ലോയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അതൊന്നും ഇപ്പൊ പഠിക്കണ്ട. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, മോണോകോട്ടിലിഡനിലും ഡൈക്കോട്ടിലിഡൻസിലും സൈലം വെസൽസിന്റെ അറേഞ്ച്മെന്റിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇത് കുറച്ച് ഡിഫറെന്റ്, രണ്ടും അറേഞ്ച്മെന്റിൽ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പ്ലാന്റ്സിന്റെ അനാട്ടമി എടുത്തതിന് ശേഷം കൂടുതലായിട്ടും പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റെമ്മിലാണെങ്കിൽ ഇവരുടെ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലവും ഫ്ലോയിഡും ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഈ സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷൻ, സ്റ്റെം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡൈക്കോട്ടിന്റെയും മോണോകോട്ടിന്റെയും സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തണ്ടില്ലേ, തണ്ടിന്റെ ക്രോസ് സെക്ഷൻ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മോണോകോട്ടിന്റെ കേസിൽ ഈ വാസ്കുലാർ ബണ്ടിൽസ് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുക. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഡൈക്കോട്ടിലിഡൻസിന്റെ കേസിൽ നോക്കിയേ, ഇങ്ങനെ നല്ല റൗണ്ട് ആയിട്ട് അല്ലെ, റിംഗ് ആയിട്ടാണ് കിടക്കുന്നത്. റിംഗ് പോലെയാണ് വാസ്കുലാർ ബണ്ടിൽസ് കിടക്കുന്നത്, റിംഗ് ലൈക്ക് ആണ്. മാത്രല്ല, ഇപ്പോ മോണോകോട്ടിന്റെ ഒരു എക്സാമ്പിൾ, നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, ഒരു എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. മോണോകോട്ട് നമ്മുടെ തെങ്ങ് മോണോകോട്ടാണ്. ഓക്കെ, അതേപോലെ ഒരു മാവ് ഡൈക്കോട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ തെങ്ങിന്റെ തടി കൂടുവോ? തെങ്ങിനൊരൊറ്റ തടിയല്ലേ, ആ തടി കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തെങ്ങ് നല്ല നീളം വെച്ച് പോവാന്നല്ലാണ്ട് തെങ്ങിന്റെ തടി കൂടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. പക്ഷെ ഒരു മാവ് നീളം മാത്രമാണോ വെക്കുന്നത്, അതിന്റെ തടി കൂടുന്നുണ്ട് അല്ലേ? തടി കൂടുന്നുണ്ട്. അപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മാവിന്റെ തടി കൂടും പക്ഷെ തെങ്ങിന്റെ തടി കൂടുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോണോകോട്ട് ചെടികളുടെ സ്റ്റെമ്മില് കാമ്പിയം എന്നുള്ള ഒരാളില്ല. ഇവിടെ കണ്ടോ നിങ്ങൾ, ഡൈക്കോട്ടില് ഈ റിങ് പോലത്തെ ഒരു സാധനം കണ്ട, ഇതിനെയാണ് കാമ്പിയം എന്ന് പറയുന്നത്. ഈ കാമ്പിയം ഉള്ളതുകൊണ്ടാണ് ഡൈക്കോട്ടുകൾക്ക് തടി വരുന്നത്. പക്ഷെ മോണോകോട്ടിന് എന്തില്ല? കാമ്പിയം ഇല്ല. കാമ്പിയം ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ തെങ്ങിന് തടി വരില്ല. പക്ഷെ മാവിനൊക്കെ തടി കൂടാനും, അതേപോലെ ഈ പ്ലാവ്, ഈ തടി കൂടുന്ന എല്ലാ മരങ്ങളും ഡൈക്കോട്ടാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാമ്പിയത്തിനെ കാണാൻ പറ്റും. കാമ്പിയം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സെക്കൻഡറി ഗ്രോത്ത് ഓഫ് ദി ഡൈക്കോട്ട് സ്റ്റെം. ഓക്കെ, ഡൈക്കോട്ട് സ്റ്റെമ്മുകളുടെ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തടി കൂടുക. പ്രൈമറി ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം കൂടുക. തടി കൂടാൻ കാരണം ഇവർക്ക് കാമ്പിയം ഉള്ളതുകൊണ്ടാണ്.
ഇനി മോണോകോട്ടും ഡൈക്കോട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞുതരാം. നിങ്ങൾ നെല്ല് കണ്ടിട്ടുണ്ടാ? നെല്ലിന്റെ ഇല കണ്ടിട്ടുണ്ടാ? പുല്ല് പോലത്തെ Yes. ഇലയാണ് അല്ലേ? ആ, ഇതിന് നമ്മൾ പാരലൽ വെയിൻസ് എന്ന് പറയും. കണ്ടാ? ഇതിന്റെ ഇല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാരലൽ വീനേഷൻ ആയിരിക്കും ഇവർക്ക്, പാരലൽ ആയിട്ട്. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഒരു പ്ലാവിന്റെ ഇല അല്ലെങ്കിൽ ഒരു മാവിന്റെ ഇല ശ്രദ്ധിച്ചു നോക്കിയേ, ഇവരുടെ വെയിൻസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അല്ലേ? ഇതിനെ നമ്മൾ വിളിക്കുന്നത് റെട്ടിക്കുലേറ്റ് വെയിൻസ് എന്നാ. റെട്ടിക്കുലേറ്റ് വെയിൻസ് എന്നാ. മോണോകോട്സും ഡൈക്കോട്സും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവരുടെ ഇലയിൽ വ്യത്യാസമുണ്ട്, അവരുടെ വേരിൽ വ്യത്യാസമുണ്ട്, അവരുടെ സ്റ്റെമ്മിൽ വ്യത്യാസമുണ്ട്, അവരുടെ റൂട്ടിൽ വ്യത്യാസമുണ്ട്, ഈവൺ അവരുടെ ഫ്ലവേഴ്സിൽ പോലും വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങള് ഒരു മോണോകോട്ടിന്റെ ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ 3 ഇതളുകളാണ് കൂടുതലായിട്ടും കാണുന്നത്. കണ്ട, 1 2 3 3 ഇതളുകളാണ് കൂടുതലായിട്ടും കാണുന്നത്. അല്ലെങ്കിൽ 3 സെറ്റ്, 3 ഇതള്, പിന്നെ അതിന്റെ അടിയിൽ വേണമെങ്കിൽ ഒരു 3 ഇതള്, അങ്ങനെ ട്രൈമറസ് സെറ്റുകളായിട്ടാണ് കാണുന്നത്. ട്രൈമറസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, പക്ഷേ നമ്മളൊരു ഡൈക്കോട്ട്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ചെമ്പരത്തി ഒരു ഡൈക്കോട്ടാണ്. 5 ഇതളുകളായിട്ടാണ് അവർ നിൽക്കുക. പെൻഡാമറസ് ആയിട്ടാണ് നിൽക്കുക. പെൻഡാമറസ് 5 ഇതളുകളായിട്ടാണ് നിൽക്കുക. അതിനെയാണ് പെൻഡാമറസ് എന്ന് പറയുന്നത്. ഈ മോണോകോട്ട്, ഫോർ എക്സാമ്പിൾ നമ്മുടെ മോണോകോട്ട് ആരാണ്? നമ്മുടെ നെല്ലിന്റെ പൂക്കൾ നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലും ട്രൈമറസ് ആണ്. 3 ഇതളുകളായിട്ടാണ് നിൽക്കുക. അതായത് അതിന്റെ അടിയത്ത് ഇല പോലത്തെ സ്ട്രക്ചേഴ്സ് ആട്ടാ. ഓക്കെ, പിന്നെ ഈ മോണോകോട്ടിന്റെ സീഡ് എങ്ങനെയായിരിക്കും? ഒറ്റ കോട്ടിലിഡൺ ആണ്. ഡൈക്കോട്ടിന്റെയോ 2 കോട്ടിലിഡൺസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, മോണോകോട്ടും ഡൈക്കോട്ടും എന്നുള്ളത് ആൻജിയോസ്പേമുകളുടെ ക്ലാസിഫിക്കേഷൻസ് ആണ്. നമ്മൾ പ്ലാന്റ്സിന്റെ അനാട്ടമി പഠിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിൽ ഇത് പഠിക്കും. ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മോണോകോട്ടും ഡൈക്കോട്ടും സെയിം അല്ല. ഇവരുടെ സീഡിൽ വ്യത്യാസമുണ്ട്. കണ്ട, സീഡ് നോക്കിയേ, 2 കോട്ടിലിഡൺസ് ആണ് ഡൈക്കോട്ടിലിഡണില്, ഒറ്റ കോട്ടിലിഡൺ ആണ് നമ്മുടെ മോണോകോട്ടിൽ. ഓക്കെ, പിന്നെ ഇവരുടെ വീനേഷൻ നോക്കുക. മോണോകോട്ടിൽ പാരലൽ വെയിൻസുകളായിരിക്കും. ഇലകൾക്ക് പാരലൽ ആയിട്ടാണ്. കണ്ട, ഓരോ ഇലകൾക്കും പാരലൽ ആയിട്ടാണ് വെയിൻസുകൾ ഉണ്ടാവുക. പക്ഷെ ഇവിടെ നോക്കിയേ, നമ്മുടെ ചെടികൾക്ക്, ഏത് ചെടി? നമ്മുടെ ചെമ്പരത്തി പൂവ്, പ്ലാവിന്റെ ഇല, മാവിന്റെ ഇല ഒക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ ഇലയുടെ മുകളിൽ ഇങ്ങനത്തെ വെയിൻസുകളായിരിക്കും. നെറ്റ്വർക്ക് പോലത്തെ വെയിൻസുകളായിരിക്കും. ഇതിനെയാണ് റെട്ടിക്കുലേറ്റ് വെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കാമ്പിയം ആർക്കാ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൈക്കോട്ടുകൾക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഡൈക്കോട്ട് ചെടികളാണ് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നത്. മക്കൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? Yes. ഓക്കെ, ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എക്സാംസിന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും: എന്താണ് ആൻജിയോസ്പേമും ജിംനോസ്പേംസും തമ്മിലുള്ള നമ്മുടെ ഡിഫറൻസുകൾ എന്താണെന്ന് ചോദിക്കും. ഒരു 2 ഡിഫറൻസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിഫറൻസ് എന്ന് എഴുതാൻ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബോക്സ് വരയ്ക്കുക. അതിൽ ഒരു കള്ളിയിൽ ജിംനോസ്പേംസ് എന്ന് എഴുതുക, അടുത്ത കള്ളിയിൽ ആൻജിയോസ്പേംസ് എന്ന് എഴുതാം. ഓക്കെ, ഇപ്പൊ ജിംനോസ്പേംസിൽ ഫ്ലവേഴ്സ് തരുന്നില്ല, പക്ഷെ അവർക്ക് നെയ്ക്കഡ് സീഡ്സുകൾ ഉണ്ട് അല്ലേ? അപ്പൊ സീഡ്സ് വിത്ത് നെയ്ക്കഡ് സീഡ്സുകൾ ആസ് നോട്ട് എൻക്ലോസ്ഡ് ഇൻ ഓവറി, മീൻസ് ഫ്രൂട്ട്സുകളുടെ അകത്തല്ല സീഡ്സുകൾ ഉള്ളത്, പകരം അവരുടെ സീഡ്സുകൾ എക്സ്പോസ്ഡ് ആണ്, അല്ലെങ്കിൽ നെയ്ക്കഡ് ആയിട്ടാണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ ജിംനോസ്പേംസ് എന്ന് പറയുക. പക്ഷെ ആൻജിയോസ്പേംസ് അങ്ങനെയാണോ? അല്ല, ഇവരുടെ സീഡ്സ് ഫ്രൂട്ടിന്റെ അകത്താണ്. ചക്ക, മാങ്ങ, തേങ്ങ അതൊക്കെ ആലോചിച്ചാൽ മതി. അതൊക്കെ ആൻജിയോസ്പേംസുകളാണ്. പിന്നെന്താണ്? ഇൻഡിപെൻഡന്റ് പ്ലാന്റ്സ് ആർ സ്പോറോഫൈറ്റ്സ് വിച്ച് ബിയർ കോൺസ് were spores developed that in turn give rise to gametophyte. ഒന്നുമില്ല. ഇവർക്ക് എന്താണ്? ഇവരുടെ ബോഡിയിൽ ഇപ്പൊ നമ്മൾ പൈനസ്, ഇന്നലെ ക്ലാസ്സിൽ നമ്മൾ കേട്ടു പൈനസ് എന്നൊക്കെ അല്ലേ? ഈ പൈനസ് എന്ന് പറഞ്ഞാൽ പൈൻ മരങ്ങൾ, അവർക്ക് എന്താണ്? മെയിൽ കോണ്, ഫീമെയിൽ കോൺ ഉണ്ട് എന്നൊക്കെ മിസ് പറഞ്ഞു അല്ലെ? ഇവര് ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. മീൻസ് ഈ കോണുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും ഇവർക്ക്, മെയില് ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട്. ഈ കോണുകൾ നിലത്ത് വീണ് കഴിഞ്ഞാല് ഈ കോണുകളിൽ നിന്ന് പുതിയൊരു ചെടി മുളച്ചു വരും. അപ്പോൾ ഈ സ്പോറോ അങ്ങനത്തെ ഒരു കഴിവ് ആർക്കുണ്ട്? ജിംനോസ്പേംസുകൾക്കുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എങ്ങനെയാ ആൻജിയോസ്പേംസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് എന്താണ്? ആന്തറുണ്ട്, സ്റ്റിഗ്മയും ഉണ്ട്. ആന്തർ ആണ് നമ്മുടെ പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യുന്ന റീപ്രൊഡക്റ്റീവ് ഓർഗൻ. സ്റ്റിഗ്മയാണ് എന്ത്? നമ്മുടെ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അപ്പൊ പോളൻ ഗ്രെയിൻസ് വന്ന് സ്റ്റിഗ്മയിൽ വീഴും, അങ്ങനെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കാണിക്കും.
ഓക്കെ, ഇവർ സ്പേംസുകളെയും എഗ്ഗിനെയും റിലീസ് ചെയ്യും. എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്തിട്ട് പൂക്കൾ എന്തായിട്ട് മാറും? പഴങ്ങളായിട്ട് മാറും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ വീട്ടിലെ പച്ചക്കറി തോട്ടത്തിലൊക്കെ ആദ്യം പൂക്കളാ ഉണ്ടാവുക അല്ലെ? ഈ ഇപ്പോ ഒരു കുക്കുംബറിന്റെ ഒരു കൃഷി നടത്തുകയാണെങ്കിൽ കുക്കുംബറിന്റെ പൂക്കൾ ഉണ്ടാവും. പിന്നെ ആ കുക്കുംബറിന്റെ പൂക്കള് ഫ്രൂട്ടുകളായിട്ട് മാറും അല്ലെ? അതെന്തുകൊണ്ടാ? കാരണം അവർക്ക് പരാഗണം സംഭവിക്കണോണ്ടാ. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക, ജിംനോസ്പേംസും ആൻജിയോസ്പേംസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, ഇവര് നേക്കഡ് സീഡ്സ് കാണാം. ജിംനോസ്പേംസുകൾക്ക് നേക്കഡ് സീഡ്സ് ആണ്. ഇവര് ഫ്ലവറിംഗ് പ്ലാന്റ്സുകളാണ്. ഓക്കെ, ഇവരുടെ സ്പോറോഫൈറ്റുകൾ ഇൻഡിപെൻഡന്റ് ആണ്. ഇവരുടെ കോൺസുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? പുതിയ ചെടികളായിട്ട് മാറും. പിന്നെ ഇവർക്ക് രണ്ടാക്കും എന്തുണ്ട്? സൈലം വെസൽസുകൾ ഉണ്ട്. സൈലം വെസൽസുകൾ. സൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടിഷ്യൂസുകളാണ്. ഇവരുടെ സൈലത്തിൽ കൂടുതലും ട്രക്കീഡ്സുകളാണ്. സൈലം ഹാസ് മെയിൻലി ട്രക്കീഡ്സ്, യൂഷ്വലി ആബ്സെന്റ്. ഓക്കെ, സൈലത്തുകൾക്ക് ട്രക്കീഡ്സുകൾ ഇല്ല എന്നാണ് ജിംനോസ്പേംസുകൾക്ക്. പക്ഷേ ഇവിടെ ആൻജിയോസ്പേംസുകൾക്ക് എന്താണ്? ഇവർക്ക് വെസൽസും ഉണ്ട്, ട്രക്കീഡ്സുകളും ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, സൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വേരിലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് ആ വേരിൽ നിന്നും വെള്ളത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന പൈപ്പുകളെയാണ് സൈലം എന്ന് പറയുന്നത്. സൈലത്തിൽ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ട്രക്കീഡ്സ് ഉണ്ട്, വെസൽസുകളുണ്ട്. ഈ ട്രക്കീഡ്സുകൾ നമ്മുടെ ജിംനോസ്പേംസുകളിൽ കാണില്ല. പക്ഷെ ആൻജിയോസ്പേംസുകളിൽ എന്ത് കാണാം? വെസൽസും കാണാം, ട്രക്കീഡ്സുകളും കാണാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഒന്ന് ഫ്ലവേഴ്സ് തരുന്ന ചെടികളാണ് ആൻജിയോസ്പേംസ്. ജിംനോസ്പേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സുകൾ തരാത്ത ചെടികളാണ്. ഓക്കെ, അത്ര മനസ്സിലായോ മക്കളെ? ഓക്കെ, വെരി വെരി. ഇനി അങ്ങനെയാണെങ്കിൽ ആൻജിയോസ്പേംസിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാമിലി ഗ്രൂപ്പ്സുകൾ പരിചയപ്പെടുത്താം. ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെടികളുടെ ഫാമിലി നോക്കിയേ. നിങ്ങൾ ഫെബേഷ്യ എന്നുള്ള ഒരു ഫാമിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫെബേഷ്യ. ആ, എന്താ ഫെബേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പയറിന്റെ. വെരി ഗുഡ്. ഈ പയറ് വർഗങ്ങളെ കംപ്ലീറ്റും, പയറ് വർഗത്തിൽപ്പെട്ട എല്ലതും, പട്ടാണിക്കടല, പിന്നെ എന്താണ് മറ്റേ നമ്മുടെ മമ്പയറ്, പിന്നെ ഇത് മുതിര പോലത്തെ സാധനമില്ലേ, അത് എല്ലാ പയറുകളും ഉൾപ്പെട്ട ഫാമിലിയെയാണ് ഫെബേഷ്യ എന്ന് പറയുന്നത്. എല്ലാ പയറ് വർഗങ്ങളും ഉൾപ്പെട്ട ഫാമിലിയെ നമ്മൾ വിളിക്കുന്നത് ഫെബേഷ്യ എന്നാണ്. ചിലപ്പോ എക്സാമിന് ചോദിക്കും, ഫെബേഷ്യ ഏത് ഫാമിലിയാ? പി ഫാമിലി എന്ന് പറയാം. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറുവർഗം. പയറുവർഗങ്ങളുടെ ഫാമിലിയെയാണ് നമ്മൾ പി ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പറ, ഫെബേഷ്യ മോണോകോട്ടാണോ ഡൈക്കോട്ടാണോ? മോണോകോട്ടാണോ പയറ്? നീ പയറ് കണ്ടിട്ടുണ്ടാ? പയറുമണി കണ്ടിട്ടുണ്ടാ? രണ്ട് കോട്ട്ലിഡൻസ് ഇല്ലേ? നമുക്ക് രണ്ട് കോട്ട്ലിഡൻസുകൾ ഉണ്ട് അല്ലേ? ശ്രദ്ധിച്ചിട്ട് പയറൊക്കെ നോക്കാം, ഇവിടെ നിഴലെറിയാന് തിന്നുന്നുണ്ട്. ഫെബേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറ് വർഗ്ഗങ്ങളാണ്. ഈ പയറ് വർഗ്ഗങ്ങളിൽ രണ്ട് കോട്ട്ലിഡൻസ് ഉണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ അവരെ ഡൈക്കോട്ട്ലിഡൻസ് ഗ്രൂപ്പിൽ പെടുത്താം. ഇനി വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, മാൽവേസി എന്ന് പറയും. മാൽവേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന റോസ് ഫാമിലിയിൽ പെടുന്ന ആളുകളാണ്. എന്താ മക്കളെ ചൈന റോസ് എന്ന് പറഞ്ഞാല്? ആരാടാ ഈ ചൈന റോസ്? ചൈന റോസ് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഏത് റോസാപ്പത്? ചൈന റോസ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ നാട്ടിലുണ്ടോ ഈ ചൈന റോസ്? ഏത് ചെടിനെ? ഏതാണ്? ഈ ചെമ്പരത്തി. അതന്നെ, യെസ്, കറക്റ്റ്. ചെമ്പരത്തില്ലേ, ചെമ്പരത്തിനെയാണ് ചൈന റോസ് എന്ന് പറയാ കേട്ടാ. ചെമ്പരത്തിനെയാണ് നമ്മൾ ചൈന റോസ് എന്ന് പറയാ. ചെമ്പരത്തിയിൽ പലവിധം ചെമ്പരത്തികളുണ്ട്. നമ്മൾ കാണുന്ന ചുവപ്പ് ചെമ്പരത്തി മാത്രല്ല, നമ്മുടെ നാട്ടിലൊക്കെ ചെമ്പരത്തി തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാന്തിന്റെ ചികിത്സക്കാണ് കൂടുതൽ നമ്മൾ ഈ ചെമ്പരത്തി യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ചെമ്പരത്തി പൂവ് തലയിൽ വെക്കുക എന്നൊക്കെ നമ്മൾ പറയണത്. ഭയങ്കര ഔഷധ മൂല്യമുള്ള ഒരു ചെടിയാ. ഇതിന്റെ സത്ത് നമ്മള് ഈ
മാനസിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ചൈനയിലൊക്കെ ഭയങ്കര കാര്യ ഈ ഹിബിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ പുറത്തുനിന്ന് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ ബൊക്കെ ആയിട്ട് കൊടുക്കുക കൂടുതൽ റോസ് ഒക്കെ അല്ലേ. പക്ഷെ ചൈനയിലൊക്കെ ഇവര് വെൽക്കം ചെയ്യണത്, ഗസ്റ്റുകളൊക്കെ വെൽക്കം ചെയ്യണത് ചെമ്പരത്തി കൊടുത്തിട്ട്. അതുകൊണ്ട് ചൈനക്കാരുടെ റോസ് എന്നാ അറിയപ്പെടുക ഈ ഇത് ചെമ്പരത്തിനെ. ഓക്കെ, ചൈന റോസ് ഫാമിലിയിൽ പെട്ട ഫാമിലിനെയാണ് നമ്മൾ മാൽവേസി എന്ന് പറയുന്നത്. അപ്പൊ മക്കള് പറ, മാൽവേസി മോണോകോട്ട്ലിഡൻ ആണോ ഡൈകോട്ട്ലിഡൻ ആണോ? മോണോകോട്ട്. എന്താണ് മോളെ? നിങ്ങൾ അതിന്റെ ഇല മോണോകോട്ട്. നോക്കിയേ, ഡൈക്കോട്ട് ഇല നോക്കിയിട്ട് പറ ഡൈക്കോട്ടാണോ മോണോകോട്ടാണോ? ഡൈക്കോട്ട്. ഡൈക്കോട്ട്, വെരി ഗുഡ്. ഓക്കെ, റെട്ടിക്കുലേറ്റ് വീനേഷണൽ ഇലകള് അപ്പൊ നമുക്ക് പറഞ്ഞൂടെ, Yes. അത് ഡൈക്കോട്ടാണ്. ഇനി അടുത്തത് ലില്ലിയേസി, ലില്ലി ഫാമിലി. കണ്ട, പലതരം ലില്ലികളുണ്ട്. ലില്ലിപ്പൂക്കൾ ഒരു കളറിലല്ല, വൈറ്റ് മാത്രല്ല ലില്ലികളുള്ളത്, പല കളർ. പിങ്ക് ഉണ്ട്, മഞ്ഞുണ്ട്, ഓറഞ്ച് ഉണ്ട്, പീച്ച് ഉണ്ട്, പല ഡിഫറെന്റ് കളേഴ്സിൽ ലില്ലികളുണ്ട്. ഈ ലില്ലിപ്പൂക്കളുടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല നീളനല്ലയാ, പാരലൽ വീനേഷനാ കാണിക്കുന്നത്. അങ്ങനെ പാരലൽ വെയിൻസുകൾ ഉള്ളതാണെങ്കിൽ അത് മോണോകോട്ടാണോ ഡൈക്കോട്ടാണോ? മോണോകോട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, മോണോകോട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നും, ചില ചെടികൾ മോണോകോട്ടാണോ റബ്ബേ ഡൈക്കോട്ടാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നാൽ എന്ത് ചെയ്യണം എന്നറിയോ? ആ ചെടിയുടെ ഇല ആലോചിക്കുക. ഓക്കെ, ഇപ്പൊ ഞാൻ ആലോചിക്കും നെല്ല് മോണോകോട്ടാണോ ഡൈക്കോട്ടാണോ? അപ്പൊ നെല്ലിന്റെ ഇല എന്ന് പറയുന്നത് വൈക്കോൽ ആലോചിക്കും, നീളാനുള്ള ഇല. അപ്പൊ പാരലൽ വെയിൻസുകളാണ്. പാരലൽ വെയിൻസുകളാണെങ്കിൽ അത് മോണോകോട്ടാണ്. ഓക്കെ, ചെമ്പരത്തി മോണോകോട്ടാണോ ഡൈക്കോട്ടാണോ എന്നൊരു കൺഫ്യൂഷൻ. അപ്പൊ ചെമ്പരത്തിയുടെ ഇല റെട്ടിക്കുലേറ്റ് വെയിൻസുകളാണ്. റെട്ടിക്കുലേറ്റ് വെയിൻസുകളാണെങ്കിൽ അതെന്താണ്? ഡൈക്കോട്ടാണ്. അങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് മോണോകോട്ടാണോ ഡൈക്കോട്ടാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഈസി ടെക്നിക്ക്. ഓക്കെ, ഇനി അടുത്തതാണ് പൊയാസിയ. പൊയാസിയ എന്ന് പറയുന്നത് പുല്ലിന്റെ ഫാമിലി. നമ്മുടെ എല്ലാ ധാന്യങ്ങളൊക്കെ ഇതിൽ വിടും, പുല്ലില വിടും അല്ലെ. പുല്ലുകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ? നീളൻ ഇലകളാണ്, പാരലൽ വെയിൻസുകളാണ് അല്ലെ. പാരലൽ വെയിൻസുകളാണ് പുല്ലിനുള്ളത് പാരലൽ വെയിൻസുകളാണ് അല്ലെ. അതിനെയാണ് നമ്മൾ പൊയേസിയ എന്ന് പറയുന്നത്. പൊയേസിയ എന്ന് പറയുമ്പോൾ പുല്ല് വർഗത്തിൽപ്പെട്ടാണ്. നമ്മുടെ ഗോതമ്പ്, നെല്ല്, ഇതൊക്കെ പുല്ലിൽ വരുന്ന ആളുകളാണ്. മനസ്സിലായോ മക്കളെ? അപ്പൊ ജസ്റ്റ് Yes. ചിലപ്പോ എക്സാമിന് 2 ഡൈക്കോട്ട്ലിഡനസ് ഫാമിലിയുടെ പേര് പറയാൻ പറയും, അല്ലെങ്കിൽ 2 മോണോകോട്ട്ലിഡനസ് ഫാമിലിയുടെ പേര് പറയാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് അറിയണം, ഫെബേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയറുവർഗ്ഗങ്ങളാണ്, മാൽവേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തിയുടെ കുടുംബമാണ്, ലിലിയേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലില്ലി ഫാമിലിയാണ്, പൊയേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ് ഫാമിലിയാണ്. ഓക്കെ, മനസ്സിലായോ? Yes. യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. നെയിം 1 ഡൈക്കോട്ട്ലിഡനസ് ആൻഡ് 1 മോണോകോട്ട്ലിഡനസ് ഫാമിലി. ഫെബേസിയും പോയസിയും. വെരി ഗുഡ്, ഫെബേസിയെ പൊയേസിയെ. ഡൈക്കോട്ട്ലിഡനസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫെബേസിയെ, മോണോകോട്ട്ലിഡനസിന്റെ എക്സാമ്പിൾ ആണ് പൊയേസി. ഓക്കെ, ദിസ് ഇസ് വെരി ഈസി, വെരി ഈസി. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലാന്റ് കിങ്ഡം ഒഫീഷ്യൽ ആയിട്ട് കഴിഞ്ഞു. ഞാൻ വല്ലാണ്ട് ഈ ചാപ്റ്ററിൽ പിടിച്ചു തൂങ്ങുന്നില്ല, കാരണം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇനി വരാൻ പോവുന്നുണ്ട്. അപ്പോ ഇതാണ് ഒരു ഔട്ട്ലൈൻ ഈ ചാപ്റ്ററിന്റെ. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക് കിങ്ഡം പ്ലാന്റ്? യെസ്. കിങ്ഡം പ്ലാന്റ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഇൻ ടു കിങ്ഡം ആനിമാലിയ. കിങ്ഡം ആനിമാലിയോട് കൂടിയിട്ട് നമുക്ക് എന്ത് കഴിയും? നമ്മുടെ കിങ്ഡങ്ങളൊക്കെ കണ്ട് കഴിയും. ഓക്കെ, കിങ്ഡങ്ങൾ അങ്ങോട്ട് കഴിയും. നിങ്ങൾക്ക് കാണാനുണ്ടോ ആനിമൽ കിങ്ഡം എന്നുള്ളൊരു ഹെഡിങ് കാണാനുണ്ടോ? യെസ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ലാസ്റ്റത്തെ ചുറ്റാക്കറിയുന്ന തുടങ്ങിയത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊണീറ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്രൊട്ടോപ്റ്റിസ്റ്റ, കിങ്ഡം ഫംഗൈ, കിങ്ഡം പ്ലാന്റ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 5ാമത്തെ കിങ്ഡം ആണ്. ഇതിൽ കുറച്ച് എഡിറ്റ് വരുത്താനുണ്ട്, ഞാൻ അയച്ചുതരാം, എഡിറ്റ് ചെയ്തിട്ട് അയച്ചുതരാം. നിങ്ങൾക്ക് കാണാനുണ്ടോ സ്ക്രീന് ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞിട്ട്? ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ കുറച്ചും കൂടി NCERT ബേസ്ഡ് ആയിരിക്കും കേട്ടോ. പക്ഷെ ഈ NCERT എന്ന് പറയുമ്പോൾ നിങ്ങളുടെ +1 +2
ബുക്ക് ഇല്ലേ, ആ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ ക്ലാസ്. പക്ഷെ ആ ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാം ഇൻക്ലൂഡഡ് ആണ്. കുറച്ച് ലെങ്തി ആയിട്ടാണ് ആനിമൽ കിങ്ഡം ഉള്ളത്. നിങ്ങളുടെ NIOS ടെക്സ്റ്റിലും ഭയങ്കര ലെങ്തി ആയിട്ടാണ്. അപ്പൊ കുറച്ച് ഷോർട്ട് ആക്കിയിട്ട്, മാക്സിമം ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ അത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ക്ലാസ് കേൾക്കാം ട്ടാ. തുടങ്ങാം. Yes. മനുഷ്യന്മാരും മൃഗങ്ങളും പക്ഷികളും എല്ലാം അടങ്ങിയ കിങ്ഡം ആണ് ആനിമൽ കിങ്ഡം. അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസംസും അടങ്ങിയ കിങ്ഡത്തിന് വിളിക്കുന്ന പേരാണ് ആനിമൽ കിങ്ഡം. ഓക്കെ, കിങ്ഡം ആനിമാലിയ എന്നൊക്കെ പറയും. ആനിമാലിയ. അങ്ങനെയാണെങ്കിൽ ആനിമൽസിനെ എന്തൊക്കെ രീതിയിൽ അറിയോ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഒന്ന്, സെൽസിന്റെ അറേഞ്ച്മെന്റ്. സെൽസിന്റെ അറേഞ്ച്മെന്റ് ഇതാണ് ഒരു നോർമൽ ആനിമൽ സെൽ എന്ന് പറയുന്നത്. ആനിമൽ സെൽസുകൾ സെല്ലുലാർ ലെവലാവും. ചില ജീവികൾക്ക് അവരുടെ ശരീരത്തിൽ ചെറിയ ചെറിയ സെൽസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് ടിഷ്യൂസുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ, കടലിൽ ജീവിക്കുന്ന കുറേ ജീവികളുണ്ട്, ചെറിയ ചെറിയ ജീവികൾ. അവരുടെ ശരീരം സെല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും. ചില കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ചില ജീവികളുണ്ട്, അവരുടെ ശരീരം ഒരുപാട് സെൽസുകൾ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അമീബ പോലത്തെ ജീവികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒറ്റ സെല്ല് കൊണ്ടാണ് അവരുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. ഒരുപാട് സെൽസുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ടിഷ്യൂ എന്നാ പറയുക. ഒരു സെല്ല് ആണ് സെൽ. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ടിഷ്യൂസ് എന്ന് പറയും. സോ ടിഷ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയ ശരീരം ഉണ്ടാക്കിയ ജീവികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഓക്കെ, അതേപോലെ ഈ ടിഷ്യൂസുകൾ കൂടി ചേരുമ്പോഴാണ് ഓർഗൻസ് ഉണ്ടാവുന്നത്, അവയവങ്ങൾ ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഹാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഹാർട്ട് ടിഷ്യൂ കൊണ്ടാണ്. സ്റ്റൊമക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റൊമക്കിന്റെ സെൽസുകൾ കൊണ്ടാണ്. സെൽസുകൾ കൂടി ചേരുമ്പോഴാണ് ടിഷ്യൂസ് ഉണ്ടാവുക. ടിഷ്യൂസുകൾ കൂടി ചേരുമ്പോഴാണ് ഓർഗൻ ഉണ്ടാവുക. ഹാർട്ട്, കിഡ്നി, ലിവർ, ലങ്സ്, ബ്രെയിന്, സ്റ്റൊമക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ടിഷ്യൂസുകൾ കൂടി ചേർന്നിട്ടാണ്. ഇനി അവയവങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാവും അല്ലെ. ഇപ്പൊ അവയവങ്ങൾ നോക്കിയേ, ഈ എല്ലാ അവയവങ്ങളും കൂടി ചേർന്നിട്ടാണ് ഒരു ശരീരഘടന ഉണ്ടാവുന്നത്. അപ്പൊ സെൽസുകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു ശരീരം മുഴുവനാവുന്നത്. ഇത് നമ്മുടെ ആനിമൽ കിങ്ഡത്തിന്റെ അറേഞ്ച്മെന്റ് ഓഫ് സെൽസിന്റെ ആദ്യത്തെ കാര്യമാണ്. ചില ജീവികൾക്ക് സെല്ലുകൾ കൊണ്ടായിരിക്കും അവരുടെ ബോഡി ഉണ്ടാക്കിയിട്ടുണ്ടാവുക, വെറും സെൽസ് മാത്രമാവും. ചിലവരുടെ ബോഡി വെറും ടിഷ്യൂസുകൾ കൊണ്ടാവും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ചിലവരുടെ ബോഡി ഓർഗൻസുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചിലവരുടെ ബോഡിയിൽ ഓർഗൻ സിസ്റ്റം ആയിരിക്കും. അപ്പൊ മനുഷ്യന്മാരുടെ ബോഡിയിലൊക്കെ എന്താണ്, സിസ്റ്റമാണ്, ഓർഗൻ സിസ്റ്റമാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഉള്ള ജീവികളാണ് മനുഷ്യൻ ഒരു മൃഗമാണ്. ഓക്കെ, മനുഷ്യൻ ആനിമൽ കിങ്ഡത്തിൽ വരുന്ന ഒരാളാ, ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരാളാ. ഓക്കെ, ഇവരുടെ ബോഡിയിൽ ഇഷ്ടം പോലെ സിസ്റ്റം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, അങ്ങനെ 10,000-കണക്കിന് സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട് അല്ലെ. അപ്പൊ മക്കള് മനസ്സിലാക്കുക, 10,000-കണക്കിനൊന്നും ഇല്ല കേട്ടോ, ഞാൻ കുറച്ച് ഓവറാക്കിയ, കുറച്ചൊരു 10-20 സ്റ്റെപ്പ് ഓർഗൻ സിസ്റ്റങ്ങളും നമ്മുടെ ബോഡിയിലുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവികളെ എങ്ങനെയാ അറിയോ തരം തിരിച്ചിട്ടുള്ളത്? ഇപ്പൊ നമുക്ക് പറയാം, ഈ പറക്കുന്നവരൊക്കെ പക്ഷികളാണ്, ഇഴയുന്നവരൊക്കെ റെപ്റ്റൈൽസുകളാ, അതേപോലെ നീന്തുന്നവരൊക്കെ മീനാ എന്നൊക്കെ നമ്മൾ പറയണില്ലേ. അതേപോലെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആനിമൽ കിങ്ഡത്തില് ഓരോ ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അറേഞ്ച്മെന്റ് ഓഫ് സെൽസ്, രണ്ടാമത്തെ അറേഞ്ച്മെന്റ് ആണ് ബോഡി സിമ്മട്രി. നിങ്ങൾ കണ്ട, ഇത് ഏത് ജീവിയാ? മക്കളെ? പോയ എല്ലാരും? ഹലോ ഗായ്സ്, പോയോ? ഹലോ, ഇത് ഏതാ ഈ ജീവി? ഈ സാധനത്തിന്റെ പേരെന്താ? സ്റ്റാർ ഫിഷ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്റ്റാർ ഫിഷ്. ആ സ്റ്റാർ ഫിഷ് ആണിത് ട്ടാ. ഈ സ്റ്റാർ ഫിഷിനെ നമുക്ക് ഏത് ആംഗിളിലും മുറിക്കാൻ പറ്റും. നിങ്ങൾ എങ്ങനെ ഏത് പ്ലെയിനിലും മുറിച്ചാലും സ്റ്റാർ ഫിഷിനെ നമുക്ക് ഈക്വൽ ഹാഫ്സുകളായിട്ട് കിട്ടും അല്ലേ. അപ്പോ ഇതിനെയാണ് നമ്മൾ സിമ്മട്രി എന്ന് പറയുന്നത്. സിമ്മട്രി എന്ന് പറയുമ്പോൾ മുറിച്ചു കഴിഞ്ഞാൽ ഈക്വൽ ഹാഫ്സ്. ഇപ്പൊ നമ്മളെ
കറണ്ട് പോയി. നിങ്ങൾക്ക് സ്ക്രീന് കാണാനുണ്ടോ? യെസ്. ഓക്കെ, ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്. ഓക്കെ മക്കളെ, ഇവിടെ ഇവിടെ നോക്കിയ കറണ്ട് വന്നു. ഇവിടെ നോക്കിയേ, ഈ സ്റ്റാർ ഫിഷിന് ഏത് ആംഗിൾ മുറിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈക്വൽ ഹാഫ്സുകളായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു സാധനത്തിന് മുറിച്ചിട്ട് രണ്ട് ഈക്വൽ ഹാഫ്സുകൾ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്മട്രി എന്ന് പറയാം. നിങ്ങൾ ചിലപ്പോൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും സിമ്മട്രിക്കൽ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഈക്വൽ ഹാഫ്സുകൾ കിട്ടുന്ന ജീവികളെയാണ് സിമ്മട്രി എന്ന് പറയുക. ഇപ്പൊ നോക്കിയേ, സ്റ്റാർ ഫിഷിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇതിനെ ഏത് ആംഗിളിൽ അല്ലെങ്കിൽ ഏത് പ്ലെയിനിൽ വെട്ടിയാലും ഈക്വൽ ഹാഫ്സ് കിട്ടും. അതുകൊണ്ട് നമുക്ക് അവർക്ക് റേഡിയൽ സിമ്മട്രി എന്ന് പറയാം. ഓക്കെ, സോ റേഡിയൽ സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ചു കഴിഞ്ഞാൽ ഈക്വൽ ഹാഫ്സുകളാക്കാൻ പറ്റുന്ന സിമ്മട്രിയാണ് റേഡിയൽ സിമ്മട്രി എന്ന് പറയുന്നത്. ഇപ്പോ ഈ ഞണ്ട്, ഇതൊരു ഞണ്ടാണ് അല്ലെ, ക്രാബിനെ നമുക്ക് സ്റ്റാർ ഫിഷിനെ മുറിച്ച പോലെ മുറിക്കാൻ പറ്റുമോ? ഏത് ആംഗിളിലും മുറിക്കാൻ പറ്റുമോ? ഇല്ല. ഏത് ആംഗിളിൽ മുറിച്ചാലും നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടുമോ? ഒരൊറ്റ ആംഗിളിൽ മുറിച്ചാൽ മാത്രമേ നമുക്ക് ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. ഇങ്ങനെ മുറിച്ചാൽ മാത്രമേ അപ്പുറം ഇപ്പുറം സെയിം ആയിട്ട് വരുള്ളൂ അല്ലെ? ഇവിടെ നോക്കിയേ, ഇതിനെ എങ്ങനെ മുറിച്ചാലും അപ്പുറം ഇപ്പുറം നമുക്ക് സെയിം ആയിട്ട് കിട്ടും. അതിനെയാണ് റേഡിയൽ സിമ്മട്രി എന്ന് പറയുന്നത്. പക്ഷെ ബൈലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വെട്ട് സെൻട്രിൽ കൂടെ വെട്ടിയാൽ മാത്രമേ ഇത് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടുള്ളൂ. അതിനെയാണ് ബൈലാറ്ററൽ സിമ്മട്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ സിമ്മട്രിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാം. ചോദിക്കട്ടെ, മനുഷ്യന്മാരുടെ സിമ്മട്രി ഏതാ? റേഡിയൽ ആണോ ബൈലാറ്ററൽ ആണോ? ബൈലാറ്ററൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം പിടി കിട്ടിയോ? ബൈലാറ്ററൽ സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മുറിക്ക് രണ്ട് കഷ്ണാവുക, ഈക്വൽ ഹാഫ് ആയിട്ട്. റേഡിയൽ സിമ്മട്രി എന്ന് പറയുമ്പോൾ എങ്ങനെ നിങ്ങൾ വെട്ടിയാലും അതിന് ഈക്വൽ ഹാഫ് ആയിട്ട് കിട്ടും. അതിനെയാണ് റേഡിയൽ സിമ്മട്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ സ്റ്റാർ ഫിഷിന്റെ സിമ്മട്രി ഏതാന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അപ്പൊ മക്കൾ എഴുതുക റേഡിയൽ സിമ്മട്രി ആണ്. ഒരു ക്രാബിന്റെ സിമ്മട്രി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബൈലാറ്ററൽ സിമ്മട്രി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് അറേഞ്ച്മെന്റ് ഓഫ് സെൽസ് ആണ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് ബോഡി സിമ്മട്രി. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം. അതവിടെ കിടക്കട്ടെ. ചിലവരെ നമുക്ക് എങ്ങനെ മുറിച്ചാലും ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. ഇത് കടലിലൊക്കെ ജീവിക്കുന്ന ഒരു ജീവിയാണ്. സ്പോഞ്ചസ് എന്ന് പറയും. സ്പോഞ്ച് പോലത്തെ ഒരു ജീവിയാണ്. ഇവരെ നമുക്ക് എങ്ങനെ മുറിച്ചാലും ഒരേപോലത്തെ പാരലൽ ആയിട്ടുള്ള ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. അത് കാരണം കൊണ്ട് നമുക്ക് ഇവരെ അസിമെട്രിക്കൽ എന്ന് പറയാം. അസിമെട്രിക്കൽ. സോ അസിമെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ മുറിച്ചാലും it will not divide them into equal halves. അങ്ങനെ it will not divide them into equal halves ആണെങ്കിൽ that is asymmetrical എന്ന് പറയാം. അപ്പൊ ചില ആളുകൾക്ക് സിമ്മട്രി ഉണ്ടാവും, റേഡിയൽ സിമ്മട്രി ഉണ്ടാവും. ചിലവർക്ക് ബൈലാറ്ററൽ സിമ്മട്രി ഉണ്ടാവും. ചിലവർ എങ്ങനെ മുറിച്ചാലും ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. അങ്ങനത്തെ ഒരു കടൽ ജീവിയാണ് ഇത്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അതൊക്കെ അവിടെ എടുക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുക കേട്ടാ. ഇനി അടുത്തതാണ് ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും. കണ്ടിട്ട് പേടിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു എഗ്ഗും സ്പേമും കൂടി ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകും. ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എംബ്രിയോ ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചു. ഒരു എംബ്രിയോയിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായത്. ഈ എംബ്രിയോ വലുതായിട്ടാണ് ആ കുട്ടിയുടെ ശരീരത്തില് ഹാർട്ടും ലങ്സും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഒരു കുഞ്ഞ് ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ 3 ലെയറുകൾ ഉണ്ടാവും. മീൻസ് കുഞ്ഞ് 9 മാസം കഴിഞ്ഞാലാണല്ലോ പൂർണ്ണ വളർച്ച എത്തുക. ആ കുട്ടിക്ക് 1 മാസം ഗർഭത്തിലിരിക്കുന്ന സമയത്ത്, 1 മാസത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങൾ ഉണ്ടാകും. നോക്കിയേ, 3 കോശങ്ങൾ ഉണ്ടാവും. ആ കോശങ്ങൾ വളർന്നിട്ട് ലെയറുകളായിട്ട് മാറും. നോക്കിയേ, 3 ലെയറുകൾ. ഇത് എൻഡോഡേം, ഇത് എക്ടോഡേം. സെന്ററിൽ ലെയർ ഇല്ല, പകരം വെറും ഒരു ജെല്ല് പോലത്തെ സബ്സ്റ്റൻസാ, മീസോഗ്ലിയ എന്ന് പറയും. ഓക്കെ,
ചില ജീവികൾക്ക് എൻഡോഡേം ഉണ്ടാകും, എക്ടോഡേം ഉണ്ടാകും. എൻഡോഡേം എന്ന് പറയുമ്പോൾ ഉള്ളിലത്തെ ലെയർ. ഈ എൻഡോഡേമിൽ നിന്നാണ് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഉണ്ടാവുക. എക്ടോഡേമിൽ നിന്നാണ് നമ്മുടെ സ്കിന്നും ഹെയറും ലെഗ്സും അതേപോലെ കൈ കാലുകളൊക്കെ ഉണ്ടാവുന്നത് എക്ടോഡേമിൽ നിന്ന്. ഈ മെംബ്രിയോ വലുതായിട്ട് എക്ടോഡേമിൽ നിന്നാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ഉണ്ടാവുന്നത്. ഏറ്റവും ഉള്ളിലത്തെ ഭാഗങ്ങളിൽ നിന്നാണ് ആന്തരിക അവയവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ചില ജീവികൾക്ക് എന്താണ് എക്ടോഡേം ഉണ്ടാകും, എൻഡോഡേം ഉണ്ടാകും അവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ. സെന്ററിൽ മീസോഗ്ലിയ പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ടാകും. മീസോഗ്ലിയ ജെല്ല് പോലത്തെ ഒരു സാധനം. അങ്ങനെ എൻഡോഡേമും എക്ടോഡേമും മീസോഗ്ലിയയും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഡിപ്ലോബ്ലാസ്റ്റിക് എന്നാ പറയാം. ഡിപ്ലോബ്ലാസ്റ്റിക്. പക്ഷെ മനുഷ്യന്മാരുടെ ഒക്കെ കേസിൽ നമുക്ക് നമ്മുടെ എംബ്രിയോ, നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുന്ന സമയത്ത്, നമ്മൾ എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരു എൻഡോഡേം ഉണ്ടായിരുന്നു, നമുക്കൊരു എക്ടോഡേം ഉണ്ടായിരുന്നു. മാത്രമല്ല സെന്ററിൽ ഒരു എക്സ്ട്രാ ലെയറും കൂടി ഉണ്ട്, ഒരു മിഡിൽ ലെയർ. അതിനെ വിളിക്കുന്ന പേരാണ് മീസോഡേം. മീസോഡേം. സപ്പോസ് എൻഡോഡേമും എക്ടോഡേമും സെന്ററിൽ മീസോഡേമും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. ട്രിപ്ലോബ്ലാസ്റ്റിക്. നിങ്ങൾ മനസ്സിലാക്കുക, സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ സെല്ല. ഈ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലും 4 സെല്ലും 8 സെല്ലൊക്കെ ആയി മാറും. ഈ മാറുന്ന സമയത്ത് ആദ്യം ഇങ്ങനത്തെ രൂപം ഉണ്ടാവുക. ഈ രൂപത്തിൽ നിന്നാണ് ഒരു കുഞ്ഞുണ്ടാവാൻ പോണത്. അപ്പൊ ഈ 3 ലെയറുകൾ ഉണ്ടെങ്കിൽ, എക്ടോഡേമും എൻഡോഡേമും മീസോഡേമും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. അറ്റ് ദ സെയിം ടൈം എൻഡോഡേമും എക്ടോഡേമും മീസോഗ്ലിയയും ആണെങ്കിൽ നമ്മൾ അതിനെ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. ഓക്കെ, ചില ജീവജാലങ്ങൾ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ ആയിരിക്കും, ചില ജീവജാലങ്ങൾ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗനൈസേഷൻ ആയിരിക്കും. ഓക്കെ, ഇത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? Yes. മനസ്സിലായി. ഓക്കെ, ഇനി ഇനി അടുത്തത് അതവിടെ കിടക്കട്ടെ, അത് മിസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. പിന്നെ ഇനി സീലം. സീലം നിങ്ങൾ പഠിക്കണം. സീലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സീലം ഇപ്പൊ നോക്കിയേ. ആ ഇപ്പൊ ബോഡി കാവിറ്റീസ് ലൈൻഡ് ബൈ മീസോഡേം. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ഇപ്പൊ ചില ജീവജാലങ്ങൾക്ക് അവർക്ക് എക്ടോഡേം ഉണ്ട്. ഇത് എക്ടോഡേമാ. അവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ എക്ടോഡേം ഉണ്ട്. ഈ സെന്ററിൽ കാണുന്നത് എൻഡോഡേം ആണ്. ഈ ഓറഞ്ച് അല്ല, ഈ ചുവപ്പ് കളറിൽ കാണുന്നത് മീസോഡേം ആണ്. ഈ മീസോഡേമിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് വിചാരിച്ചു. നോക്ക്, ഇതൊരു വലിയ മീസോഡേം ആയിരുന്നു. ഇതിനിടയിൽ കുറെ ഓട്ടം അല്ലേ, ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ബോഡി ക്യാവിറ്റി ഉണ്ട്. ഈ ബോഡി ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് സീലം. ഓക്കെ, ഇവിടെ ഒരു ബോഡിയുടെ ക്യാവിറ്റി ഉണ്ട്, അതിന് ചുറ്റും മീസോഡേം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് സീലം എന്നാ പറയുക. സീലം. ഓക്കെ, അപ്പോ സീലമുള്ളവരെ നമ്മൾക്ക് സീലോമേറ്റ്സ് എന്ന് പറയാം. സീലമുള്ളവരെ നമുക്ക് സീലോമേറ്റ്സ് എന്ന് പറയാം. നേരത്തെ നമ്മൾ എന്താ കണ്ടത്? നേരത്തെ നമ്മൾ കണ്ടു ഇത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. മീസോഡേം ഉള്ളത് കാരണം കൊണ്ട് ഇവര് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഓക്കെ, ഈ മീസോഡേമിന്റെ ഇടയിൽ ഒരു ബോഡി ക്യാവിറ്റി വന്നു. മീസോഡേമിന്റെ ഇടയിൽ ഒരു ബോഡി ക്യാവിറ്റി വന്നു. ദ ബോഡി ക്യാവിറ്റീസ് വിച്ച് ഇസ് കവേർഡ് ബൈ മീസോഡേം. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സീലം എന്ന് പറയുന്നത്. ദ ബോഡി ക്യാവിറ്റി വിച്ച് ഇസ് ലൈൻഡ് ബൈ മീസോഡേം ഈസ് കോൾഡ് സീലം. സീലമുള്ള ആളുകളെ നമുക്ക് സീലോമേറ്റ്സ് എന്ന് പറയാം. സീലോമേറ്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് കണ്ട, ഇവിടെ എൻഡോഡേം ഉണ്ട്, എക്ടോഡേം ഉണ്ട്. ഇവിടെ ഒരു മീസോഡേം ഒരു പൗച്ച് പോലെ ഉണ്ട്. ഇവിടെ ഒരു മീസോഡേം പൗച്ച് പോലെയുണ്ട്. ഇവിടെ മീസോഡേം പൗച്ച് പോലെ, ഇവിടെ മീസോഡേം പൗച്ച് പോലെ. ഇങ്ങനെ മീസോഡേം ഇങ്ങനെ പൗച്ച് പോലെ സ്കാറ്റേർഡ് ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് സ്യൂഡോസീലം എന്നാണ്. സ്യൂഡോ എന്നുള്ള വാക്കിന്റെ അർത്ഥം പകുതി, കപടം, ഫാൾസ് എന്നൊക്കെയാണ്. ഓക്കെ, അപ്പൊ സ്കാറ്റേർഡ് പൗച്ചായിട്ടാണ് മീസോഡേം ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ സ്യൂഡോസീലം എന്നാ പറയുക. അങ്ങനെയാണെങ്കിൽ സ്യൂഡോസീലം ഉള്ളവരെ നമുക്ക് എന്ത് വിളിക്കാം? Pseudocoelomates. സ്യൂഡോസീലോമേറ്റ്സ്. വെരി ഗുഡ്. സീലമുള്ളവര് സീലോമേറ്റ്സ്, സ്യൂഡോസീലമുള്ളവര് സ്യൂഡോസീലോമേറ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ, വെരി സിമ്പിൾ. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി ഇവർക്ക് സീലം ഉണ്ടാ? ഇവർക്ക് ഗ്യാപ്പ് ഉണ്ടാ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മൾ സിമ്മട്രി ഇല്ലാത്തവരെ അസിമെട്രിക്കൽ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ
സീലമില്ലാത്തവരെ നമുക്ക് എന്ത് വിളിക്കാം? Ascolemates. അസീലോമേറ്റ്സ്. വെരി ഗുഡ്. നോ ബോഡി ക്യാവിറ്റി, അവരെ നമുക്ക് അസീലോമേറ്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ, നോ ബോഡി ക്യാവിറ്റി, അവരെ നമുക്ക് അസീലോമേറ്റ്സ് എന്ന് വിളിക്കാം. ഇതൊരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 3 ഫിഗർ തന്നിട്ടുണ്ട്. ഈ ABC ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പറ മക്കളെ, എ എന്താ? എ ഏത് Coelomates. സീലമാ? ഏതാണ്? Coelomates. സീലോമേറ്റ്സ്. ഇതെന്താണ്? ബി എന്താ? Pseudocoelomates. സ്യൂഡോസീലോമേറ്റ്സ്. വെരി ഗുഡ്. ഈ സി എന്താണ്? Ascolemates. അസീലോമേറ്റ്സ്. കണ്ട, ഇതാണ് ഡിഫറൻസ്. ഇതില് നമ്മളൊക്കെ ഏതിലാ വിടുക? നമ്മളൊക്കെ സീലോമേറ്റ്സിലാ വരിക കേട്ടാ. സീലുള്ള ആളുകളാണ്. കാരണം നോക്കിയേ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം പോകുന്നത് ഒരു ഓട്ടയുടെ ഉള്ളിലേക്കാണ്, ഒരു ക്യാവിറ്റിയുടെ ഉള്ളിലേക്കാണ് അല്ലേ? നമ്മുടെ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ ഡൈജഷൻ ഒക്കെ നടക്കുന്നത് ഒരു ക്യാവിറ്റിയുടെ അകത്താണ്, ഒരു ഗ്യാപ്പിന്റെ ഉള്ളിലാണ്. അങ്ങനെ ശരീരത്തിന്റെ അകത്ത് ഒരു ക്യാവിറ്റി ഉള്ള, ഗട്ട് ക്യാവിറ്റി ഉള്ള ആളുകളെയാണ് ഈ സീലോമേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വായുടെയും സ്റ്റൊമക്കിനകത്തുള്ള ഈ സ്പേസ് ആണിത്. ഈ ഇവിടെ ഒന്നും ഇന്റേണൽ ഓർഗൻസ് ഇല്ല. ഓക്കെ, അപ്പോ ഇതിന്റെ ബേസിസിൽ, സീലമിന്റെ ബേസിസിൽ നമുക്ക് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞിട്ട് അതും ഒരു ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞിട്ട് മിസ് നിർത്താം. ഓക്കെ, സെഗ്മെന്റേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് ഏത് ജീവിയാ? ഈ ഫിഗറിൽ കാണുന്നത് ഏത് ജീവിയാ? Annelida. അന്നല്ലിട അല്ല, ഏത് ജീവിയാണ്? ഫൈലമല്ല ചോദിച്ചത്, ജീവി ഏതാ? Earthworm. എർത്ത്. മണ്ണിരനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാണ് ഒരു മണ്ണിര അല്ലെങ്കിൽ എർത്ത് എന്ന് പറയുന്നത്. ഈ എർത്ത് വേമിന്റെ ബോഡി നല്ല സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാം, ഇവരുടെ ബോഡി കുറെ സെഗ്മെന്റ്സുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? ഈ പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് സെഗ്മെന്റേഷൻ. നിങ്ങൾ കണ്ട, ഇതൊരു കൂറയുടെ ശരീരം നോക്കിയേ, കുറെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇങ്ങനെ സെഗ്മെന്റ്സുകളായിട്ട് കാണാൻ പറ്റും. ഈ ശരീരത്തിൽ സെഗ്മെന്റ്സ് ഉള്ളവരെ നമുക്ക് ആ പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് സെഗ്മെന്റേഷൻ. ഓക്കെ, ഇപ്പോ സെഗ്മെന്റേഷൻ ശരീരത്തിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സീക്വൻസുകൾ ഉള്ളവരെയാണ് ആ പ്രോപ്പർട്ടിക്ക് വിളിക്കുന്ന പേരാണ് സെഗ്മെന്റേഷൻ. സപ്പോസ് നമ്മുടെ എർത്ത് വേമിന്റെ കേസിലാണെങ്കിൽ എന്താണ്, അവരുടെ ആന്തരിക അവയവങ്ങളും ഇന്റേണൽ ഓർഗൻസും എക്സ്റ്റേണൽ ബോഡിയും എന്താണ്, കമ്പാർട്ട്മെന്റ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഇന്റേണൽ ബോഡിയും എക്സ്റ്റേണൽ ബോഡിയും എന്താണ്, കമ്പാർട്ട്മെന്റ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ മെറ്റാമറിസം എന്നാ പറയാം. മെറ്റാമറിസം. ഓക്കെ, അല്ലെങ്കിൽ ട്രൂ സെഗ്മെന്റേഷൻ എന്ന് പറയും, ശരിക്കുമുള്ള സെഗ്മെന്റേഷൻ. The characteristic feature of some animal groups where the body is divided into compartments with repeated organs is called metamerism or true segmentation. ശരീരത്തിന്റെ അകത്ത് എന്തുണ്ട്? സെഗ്മെന്റേഷൻ. പുറത്തും കംപ്ലീറ്റ് സെഗ്മെന്റേഷൻ ഉണ്ട്. മാത്രമല്ല അവരുടെ ഓർഗൻസുകൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ എന്താ പറയാ, നമ്മുടെ എർത്ത് വേമിന്റെ അകത്ത് ഇന്റേണൽ ഓർഗൻസുകൾ ഉണ്ട്. ആ ഇന്റേണൽ ഓർഗൻസിന്റെ മേളിലും എന്തുണ്ടായിരിക്കും, ഈ ഒരു സെഗ്മെന്റേഷൻ അപ്ലിക്കബിൾ ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിക്ക് വിളിക്കും. ജസ്റ്റ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇവരുടെ ബോഡീസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സ്, അതിന് വിളിക്കുന്ന പേരാണ് മെറ്റാമറിസം. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടിക്കാണ് മെറ്റാമറിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? Yes. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇതൊരു എക്സാമിന് ചോദിച്ച ചോദ്യം. In some animal groups, the body is found divided into compartments with at least some organs repeated. This characteristic feature is named as segmentation, metamerism, metagenesis, metamorphosis. ഏതാണ് ആൻസർ? മെറ്റാമറിസം ആണ് കേട്ടാ, മെറ്റാമറിസം ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. നോക്കിയേ, ഈ ആനിമൽ കിങ്ഡത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും നട്ടെല്ലില്ല. ഓക്കെ, ഇപ്പോ നട്ടെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിബ്രൽ കോളം എന്ന് പറയും. എല്ലാ ജീവജാലങ്ങൾക്കും നട്ടെല്ലില്ല, എല്ലാ ആനിമൽസിനും നട്ടെല്ലില്ല. മനുഷ്യന്മാർക്ക് നട്ടെല്ലുണ്ട്. അതേപോലെ കുരങ്ങന്മാര്, അതേപോലെ പശുക്കള്, പിന്നെ നായ, പട്ടി,
ലയൺ, ടൈഗർ, ജിറാഫ്, ഇവർക്കൊക്കെ നട്ടെല്ലുള്ള ജീവികളാണ് അല്ലെ. ഒരുപാട് ജീവികളുടെ നട്ടെല്ലുള്ളത്. നട്ടെല്ലില്ലാത്ത ജീവികളുണ്ട്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ എംബ്രിയോണിക് സ്റ്റേജിൽ, ഇപ്പൊ നമ്മൾ അമ്മയുടെ വയറ്റിലിരിക്കുന്ന സമയത്ത് 1 മാസം 2 മാസം എന്നുള്ള ആ സമയത്ത്, അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് നട്ടെല്ലല്ല ഉണ്ടാവുക. നട്ടെല്ലാവുന്നതിന് മുൻപ് 1-ആം മാസത്തിലും 2-ആം മാസത്തിലൊക്കെ നമുക്ക് എന്താ ഉണ്ടാവുക? നട്ടെല്ലിന് പകരം നട്ടെല്ലാവാൻ പോകുന്ന ഒരു സ്ട്രക്ചർ നോട്ടോകോഡ് എന്ന് പറയും. ഓക്കെ, നോട്ടോകോഡ് എന്നുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവുക. കണ്ട, ഒരു നട്ടെല്ല് പോലത്തെ ഒരു സ്ട്രക്ചർ. ഈ നോട്ടോകോഡ് വലുതായിട്ടാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? വെർട്ടിബ്രൽ കോളം ആയിട്ട് മാറുന്നത്. ഓക്കെ, മക്കള് മനസ്സിലാക്കുക, നോട്ടോകോഡ് ഉണ്ട്. നോട്ടോകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോണിക് സ്റ്റേജിൽ നട്ടെല്ല് എന്തായിരുന്നു, അതിനെയാണ് നമ്മൾ നോട്ടോകോഡ് എന്ന് പറയാം. എല്ലാ ആനിമൽസിനും നോട്ടോകോഡ് ഇല്ല. നോട്ടോകോഡ് ഉള്ളവരെ നമ്മൾ കോർഡേറ്റ്സ് എന്ന് പറയും. നോട്ടോകോഡ് മീൻസ് നട്ടെല്ലുള്ള ജീവികളെ നമ്മൾ കോർഡേറ്റ്സ് എന്ന് പറയും. ചില ജീവജാലങ്ങൾക്ക് എന്തില്ല? നട്ടെല്ലില്ല, അല്ലെങ്കിൽ നോട്ടോകോഡ് ഇല്ല. ഈ നോട്ടോകോഡ് ഇല്ലാത്ത ജീവികളെ നമ്മൾ നോൺ കോർഡേറ്റ്സ് എന്ന് പറയും. മക്കൾക്ക് മനസ്സിലായോ? ഓക്കെ, Yes. മനസ്സിലായോ? ഇപ്പൊ സ്റ്റാർ ഫിഷ് ആനിമൽ കിങ്ഡത്തിൽ വരുന്ന ആളാ. സ്റ്റാർ ഫിഷിന് നട്ടെല്ലില്ല, സ്റ്റാർ ഫിഷിന് നോട്ടോകോഡ് ഉണ്ടാവില്ല. അപ്പൊ സ്റ്റാർ ഫിഷ് നോൺ കോർഡേറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഒച്ചിന്റെ കേസ് എന്താ? സ്നെയിലിന്റെ കേസ് എന്താ? സ്നെയില് നമ്മുടെ ആനിമൽ കിങ്ഡത്തിൽ വരുന്ന ഒരാളാ. അതിനെന്തില്ല? നട്ടെല്ലില്ല. നട്ടെല്ലില്ലാത്ത കാരണം കൊണ്ട് നോട്ടോകോഡ് ഇല്ല. നോട്ടോകോഡ് ഇല്ലാത്ത കാരണം കൊണ്ട് അത് നോൺ കോർഡേറ്റ് ആണ്. മനസ്സിലായോ? Yes. മക്കള് മനസ്സിലാക്കുക, ഇപ്പൊ നട്ടെല്ലുള്ള ജീവികൾക്കൊക്കെ കോർഡേറ്റുകൾ ഉണ്ടായിരുന്നു. നോട്ടോകോഡ് ഉണ്ടായിരുന്നു. നോട്ടോകോഡിൽ നിന്നാണ് വെർട്ടിബ്രൽ കോളം ഉണ്ടാവുന്നത്. കണ്ട, ഈ റോഡ് ലൈക്ക് സ്ട്രക്ചർ നിങ്ങൾ കണ്ട, ഒരു ഇരുമ്പ് ദണ്ട് പോലത്തെ ഒരു സ്ട്രക്ചർ ഇവിടെ പോണത് കണ്ട, ഇതിനെയാണ് നമ്മൾ റോഡ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഈ നോട്ടോകോഡ് ഈ കുഞ്ഞിന് 1 മാസം 2 മാസം ഒക്കെ ആകുമ്പോൾ നോട്ടോകോഡ് ഉണ്ടാവുക. പിന്നെ ഈ നോട്ടോകോഡ് 3, 4, 5, 6, 7, 8, 9-ആം മാസമൊക്കെ ആകുമ്പോഴത്തേനും എന്താണ്, നട്ടെല്ലൊക്കെ, ഈ നോട്ടോകോഡൊക്കെ മാറിയിട്ട് അത് നട്ടെല്ലായിട്ട് മാറും, ഒരു കുഞ്ഞായിട്ടുണ്ടാവും. ഓക്കെ, ഒരു കുഞ്ഞിന്റെ എംബ്രിയോ ആണ്. കുഞ്ഞിന്റെ എംബ്രിയോ ആണ്. അങ്ങനെയാണെങ്കിൽ നോട്ടോകോഡ് ഉള്ള ജീവികളെ നമ്മൾ കോർഡേറ്റ്സ് എന്ന് പറയും. നോട്ടോകോഡ് ഇല്ലാത്ത ജീവികളെ നോൺ കോർഡേറ്റ്സ് എന്നാ പറയാം. ഓക്കെ, സോ എന്താണ് നോട്ടോകോഡ്? എ മീസോഡെർമലി ഡിറൈവ്ഡ് റോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. മീസോഡേം ഇല്ലേ, ഇപ്പൊ നമ്മളെ ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ പഠിച്ചു. എക്ടോഡേം ഉണ്ട്, എൻഡോഡേം ഉണ്ട്, മീസോഡേം ഉണ്ട്. ഈ മീസോഡേമിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് നമ്മുടെ നോട്ടോകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആയോ? Yes. ഓക്കെ, അപ്പോ ഇത്ര മതി, ഇത്രയും കാര്യങ്ങൾ മതി. അത്യാവശ്യം കണ്ടന്റ് ആയല്ലോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും? Yes. ഓക്കെ, അപ്പൊ നമ്മൾ കിങ്ഡം പ്ലാന്റ് അവസാനിപ്പിച്ചിട്ട് കിങ്ഡം ആനിമാലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്തി ആണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഒരു 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ ഞാൻ എന്തായാലും കിങ്ഡം ആനിമാലി ഫിനിഷ് ചെയ്ത് തരാം. അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നാളെ വർക്ക്ഔട്ട് ചെയ്യും. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ക്ലാസ് ഉണ്ടായിരിക്കും. മക്കൾ ക്ലാസ് കേൾക്കുക, പെൻഡിങ് ക്ലാസ്സുകളൊക്കെ കേട്ട് തീർക്കുക കേട്ടാ. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഞാൻ ഈ ക്ലാസ് നോട്ട്സ് ഒക്കെ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടാ. ഓക്കെ Okay. ഓക്കേടാ, ശരി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാട്ടാ. Yes. ഓക്കെ, ശരി ട്ടാ.